കുറച്ച് വയസ്സായെങ്കിലും ഷേവ് ചെയ്തിട്ടെങ്കിലും ചില കാര്യങ്ങൾ പറയാൻ വെച്ചു. രണ്ട് ഫ്രഞ്ച് സ്പൈയുടെ കുറിച്ച് പറയുന്ന തരത്തിലുള്ള ഒരു സീരീസ് അതെൻ്റെ തന്നെ ഉള്ളൂ. എനിക്ക് മാത്രമേ സോർബോണിലും മറ്റൊരിടത്തും പഠിച്ച് എഡൻബർഗ് കോൺഫറൻസും കോളേജ് ഇൻ്റർനാഷണൽ ഫിലോസഫിയും ഇതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു ഭാഗ്യവും വലിയൊരു ഭാഗ്യവും മാത്രമല്ല അവരൊക്കെ സ്വഭാവം തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ ദൗർഭാഗ്യം എനിക്കുള്ളത്. അത് വേറെ പറയുന്ന ആൾ വാളയാമരങ്ങാട്ടും പ്രതീക്ഷയായിരുന്നു കുടുംബം. അവിടെ ഈ കുടുംബം എന്ന് പറയും പഴയ പൂഞ്ഞാറ് ഏഴിമല അങ്ങനെ ഒരുപാട് കുടുംബങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ്. അവിടെ ചേർത്തി കേരളവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസ് പ്രോപ്പർട്ടി കൊടുത്ത് കുറച്ച് നാളായി. ഇത് തിരിച്ചു വരേണ്ട ഒരു പെന്തിക്കോസ്ത് സഭയുടെ തകർച്ചയിൽ നിന്ന് തുടങ്ങിയ ഇൻഫിൽട്രേഷനാണ് 25ാം വാർഷികത്തിൽ ഫ്രാൻസിൻ്റെ കുട്ടിഘോഷം അല്ലെങ്കിൽ കരഘോഷം ഉയർന്നത്. അത് ഈയിടെയാണത്. ഈ പറഞ്ഞ വായത്തിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം ആലോചിക്കേണ്ടത് അവിടെ വെച്ച് ആ ആൾ നിർത്തി. സിന്ധിയ പൈസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ തിരുവനന്തപുരം കർണാടക ബേസ്ഡായിട്ടുള്ള ഓക്സ്ഫാമിൻ്റെ ആൾക്കാർ ഒരു ഫ്രഞ്ച് കുടുംബം ക്രിസ്റ്റ്യൻ പേഷോ എന്ന് പറഞ്ഞ മിസ്റ്റർ പേഷോ എന്ന് പറഞ്ഞ കുടുംബമാണ് എടുത്ത് വളർത്തി അവർക്ക് അവിടെ നാഷണാലിറ്റി കൊടുത്ത് അവരാണ് ഒരു സ്പൈ. മറ്റൊന്ന് നിയാസ് എന്ന് പറയുന്ന വേറെ ആൾ നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള വേറെ ഏതൊരു എം പി എ പഠിച്ചിരുന്ന ഒരാളാണ്. ഇങ്ങനെ കുറേ ആൾക്കാരാണ് കത്തോലിക്ക സഭയുടെ പിടിയാളുകളാണ് ഫ്രഞ്ച് സ്പൈ. ഇത് വലിയ കാര്യമായിട്ടുള്ള ന്യൂസൊന്നുമില്ല എങ്കിലും ബാംഗ്ലൂരിലുള്ള ഓക്സ്ഫാമാണ്. അതായത് ദാനം എന്ന് കുട്ടികളെ പഠിപ്പിക്കുക, ദാനം എന്നുള്ള ഒരു പേരിൽ ഫ്രഞ്ചുകാരുടെ അനീതികൾ പകരാനുള്ള കാശായിട്ട് വേണം അവരുടെ ദാനം കാണാൻ. എനിവേ അങ്ങനൊരു പെണ്ണുണ്ട് ഇവിടെ പാരീസിലുണ്ട്. ആ പെണ്ണ് അതെന്നാണ് ഫ്രഞ്ചുകാർ വേറെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മറ്റനേകം പേരുണ്ട്. ഒരുപാട് പേര് റിസർച്ച് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും സ്പൈ വർക്കുമായിട്ട് ബന്ധപ്പെടുന്നില്ല, അത്തോറിസമായിട്ട് ബന്ധപ്പെടുന്നില്ല. അവിടെ ചേർത്തി ഒരു കാലത്ത് ഇവരൊക്കെ ഇന്ത്യയിൽ എന്തെങ്കിലും സ്ഥാനം അവിടെ നിന്ന് കൊണ്ടുവരും ക്യൂരിയോസിറ്റി കൊണ്ടുവന്നാൽ തന്നെയും അത് ഡൽഹിയിൽ വെച്ച് പിടിച്ചിട്ട് അവിടെ എയർപോർട്ടിൽ. ഇപ്പം അങ്ങനെയല്ല. അത് വഴി തുറന്നു കൊടുത്ത കത്തോലിക്ക സഭയുടെയും പ്രധാന ഫ്രഞ്ച് ആൾക്കാരുടെയും പോണ്ടിച്ചേരി അങ്ങനെയുള്ള ഒരുപാട് പേരുടെയും മറ്റ് ഒരുപാട് മുസ്ലിങ്ങളുടെയും സഹായത്തിലാണ് ഫ്രാൻസ് ഇവിടെ നടന്ന് കുതിരവിടുന്നത്. സ്വാതന്ത്ര്യമൊക്കെ ദസോ മാത്രമല്ല ഒരു കാലത്ത് അവർ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് CC ബിഷപ്പിനോ ഒരു ഇവിടുത്തെ കുപ്പായമത്തോ നമ്മുടെ കത്തോലിനല്ല എന്തായാലും അങ്ങനെയാണ് ദസോവിൻ്റെ ആദ്യ ഉദ്ഘാടനം ഇവിടെ എവിടെയോ നടന്നത്. തൽക്കാലം ഇപ്പോൾ വച്ച് നിർത്തി. ഇതിന് ശേഷം പിന്നീട് ഇവിടെ ബ്ലോഗ് വന്നു പോകുന്ന ന്യൂസുകൾ അനുസരിച്ച് ചെറിയൊരു പ്രതികരണം തുടങ്ങാൻ വിചാരിച്ചു. കാരണം അങ്ങനെയാണ്. എല്ലാ ചായക്കും എല്ലാ മനുഷ്യന്മാർക്കും ചായ കൊടുത്തിട്ടുണ്ട്. അവർക്ക് സൗണ്ട് എങ്ങനെയോ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഫൈബർ വഴി അത് എൻ്റെ ജോർജ് അയ്യൂറിൻ്റെ സാധനമാണ്. അയാളുടെ മനസ്സ് വായിച്ചതിലെന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. മനസ്സ് വായിക്കൽ 5 മൈൻഡർമാർ ജോർജ് അയ്യൂറിനുണ്ടായിരുന്നു. അതൊക്കെ പലരെയും പല കാലത്തും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണമോ ദോഷമോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യയും മറ്റു പല രാജ്യങ്ങളും ചിലത് അനുഭവിക്കാറുണ്ട്. ഇതൊന്നും ആഹ്വാനമൊന്നുമില്ല. ഇതൊരു വെപ്രാളം ഇടയ്ക്ക് വിടലല്ല. പക്ഷേ എങ്കിലും ഇതിങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും സൗണ്ടുണ്ട്. അത് ഈ സൗണ്ടിൽ വെച്ച് അവർ പലതും ദുഷിച്ച പ്രവണത പുറത്തുള്ളവർക്കെതിരെ ചെയ്യാറുണ്ട്. അത് അവരൊരു സ്ഥിരം ഇതാണ്. എപ്പോഴും ആൾക്കാരെ ഡിമീൻ ചെയ്യുക എന്നുള്ളതാണ് അവർ പ്രധാന വേറൊരു ഷെയ്പ്പിക്കുക വരം എന്നെ കൂടെ പ്രതികരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മുഴുവൻ നടത്തും. ഫ്രഞ്ച് സൊസൈറ്റി മുഴുവൻ അങ്ങനെയാണ്. അൽത്തൂസറായാലും ബാർത്തായാലും ജെനയായാലും ജെറാറായാലും ഡെറീഡ ആയാലും ഇവരുടെയൊക്കെ പിന്നെ ഉടനെ കയ്യോടെ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ കാഫ്കയുടെ കാര്യം ഷൗക്കോട്ടെ വെച്ച് തിരിച്ച് ഗാർദലസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. അവർ ഡ്രഗ് പിടിച്ചത് അങ്ങനെ ആരുടെ കാര്യമായാലും അവർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫ്രഞ്ച് ജനതയുടെ അതൊരു മിഷൻ പോലെ എനിക്ക് അവരെന്താണ് അവരുടെ സ്വഭാവം എന്നുള്ളത് അവരെങ്ങനെ ജനങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊരു മിഷൻ പോലെ മാറ്റിയേ പറ്റൂ. തക്കാരോട് ചേർത്തി പറയുന്നത് ജോർജ് ഒരു വാളാമരങ്ങാട് സ്വദേശിയായിരുന്നു. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കിട്ടും. പറയുന്ന ആളുടെ പുസ്തകങ്ങൾ തന്നെ. പിന്നെ അത് മാത്രമല്ല ഗുദാർദിനെ കുറിച്ച് സിംഗ്ലി സമുദായത്തിൽ പ്രൊട്ടസ്റ്റന്റ് സമുദായത്തിൽപ്പെട്ട പെന്തിക്കോസ്തുകാരുടെ പോലെയുള്ള മറ്റൊരു ചരിത്ര സംവിധാനമാണ് ജോൺ ലൂക്ക് ഗുദാർദ്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് മേടിക്കാനായിട്ട് ഇവിടെയും പലയിടത്തും വന്നിട്ട് നോക്കിയിട്ടുണ്ട്. അയാളെക്കുറിച്ച് അറിയപ്പെടാത്ത സാഹിത്യ കൃതികളോ സിനിമാ കൃതികളോ ഇല്ലായിരിക്കും. അയാളെക്കുറിച്ച് അകമ്പൻ എഴുതിയതും ബാരി എഴുതിയതും പിന്നെ ജാക്ക് റാൻസി എഴുതിയതും ഒരുപാട് എഴുത്തുകാരെ എഴുതിയതും ആയിട്ടുള്ള പുസ്തകം ഒരുപാട് തർജ്ജമാനത്തുണ്ട്. പിന്നെ രണ്ടാമത്തെ കോൾട്ടസിനെ കുറിച്ചുള്ള പുസ്തകമുണ്ട്.
ബെർണാഡ് മെരിഗോൾഡ്, 2 ഫ്ലിപ്കാർട്ട് ആമസോണിൽ കിട്ടും. ലിങ്ക് ഗൂഗിളിൽ കിട്ടും. ജോർജ് എയിലൂടെ നോക്കുക, EYEROOR നോക്കുക, അതിൽ കിട്ടും. തൽക്കാലം ഇപ്പോൾ 3 പുസ്തകങ്ങളുണ്ട്. അത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിട്ടും, മേടിച്ച് വാങ്ങിക്കാവുന്നതാണ്. ഇത് അതിന് വേണ്ടിയുള്ള പരസ്യം മാത്രമല്ല, മൊത്തം ഫ്രഞ്ചുകാരെ എക്സ്പോസ് ചെയ്യാനുള്ളതാണ്. വേറെ മറ്റനവധി എഴുത്തുകാരുണ്ട്, സ്കൾപ്റ്റേഴ്സ് ഉണ്ട്, ജർമ്മൻ ചിന്തകാരുണ്ട്, ഇറ്റാലിയൻസ് ഉണ്ട്. മരി ജോസെ മൊൻസാൻ ഇമേജുകളെ കുറിച്ച് കൂലങ്കുഷമായി ചിന്തിച്ചിട്ടുള്ള വേറൊരു എഴുത്തുകാരിയും കൂടി അതിനകത്തുണ്ട്. അകമ്പൻ്റെ ഒപ്പം എടുത്തു പറയാവുന്ന വളരെ വലിയൊരു എഴുത്തുകാരിയാണത്. അത് തന്നെ ഒരു കോൺഫറൻസാണ്. ഇമേജുകളെ കുറിച്ചൊരു സ്റ്റഡിയാണ്. അയാളുടെ സിനിമയുടെ തുടക്കത്തെക്കുറിച്ച് 4 ചാപ്റ്ററായിട്ട് ഹിസ്റ്ററി ഓഫ് സിനിമ എന്നതിനെ കുറിച്ചുള്ള പുസ്തകമാണ്. അതുകൂടി വായിക്കുക, അതുകൂടി അന്വേഷിച്ച് നോക്കുക. അത്ര തന്നെ അവിടെ ചേർത്തി പറയുന്നത് ജോർജ് എയിലൂടെ ചേർത്തി.